മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ നൂലുകെട്ട് അതിഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തയ്യാറെടുക്കണം കേട്ടോ. അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അവർക്ക് അത് മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. കുഞ്ഞിൻ്റെ സന്തോഷം അതൊരു ആഘോഷമാക്കണം എന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. അതേസമയം പ്രതാപനും മുത്തശ്ശിക്കും ഒരു ഫോൺ കോൾ വരികയാണ് കേട്ടോ. കരുണ വിളിക്കുകയാണ്. അവൾക്ക് എപ്പോഴും സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സന്തോഷമില്ല. ഞാൻ ഇവരുടെയൊക്കെ അടിമയായിട്ടിരിക്കുകയാണ്. എന്തായാലും ശരി, ഞാൻ അച്ഛന് ഒരു മോളേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഈ സന്തോഷം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ആ മോളെ കാണില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ പ്രതാപന് ആകെ മൊത്തം സങ്കടം വരികയാണ്. കാരണം എന്തെങ്കിലും ചെയ്തിട്ടെങ്കിലും ഇന്നത്തെ ആ സന്തോഷം അവരുടെ ഇല്ലാതാക്കണം എങ്കിൽ മാത്രമേ തൻ്റെ മോൾക്കത് സന്തോഷമാവുള്ളൂ എന്ന് കരുതുകയാണ് കേട്ടോ. അതേസമയം പ്രതാപൻ ഒരു ഗുണ്ടയെ വിളിക്കുകയാണ്. ഒരു ഗുണ്ടയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയണം. കാരണം അവർക്ക് ഭയങ്കര ഈശ്വര വിശ്വാസമാണല്ലോ, മഹാലക്ഷ്മിക്കും കണ്ണനും. അപ്പോൾ ആ ഗുണ്ട വേഷമൊക്കെ മാറിയിട്ട് ഒരു സന്യാസിൻ്റെ രൂപത്തിലാണ് അവർ ആ നൂലുകെട്ട് നടക്കണം അവിടേക്ക് പോവുകയാണ് കേട്ടോ. അവർക്ക് സന്യാസിനിയെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കാതെ വന്നൊരു സന്യാസിനിയെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം ദൈവത്തിൻ്റെ പ്രതീകമാണല്ലോ അവരെല്ലാവരും കണക്കാക്കുന്നത്, മാർക്കോയും അമ്മയെയും എല്ലാം. അപ്പോൾ അതുപോലെയാണ് എന്ന് വിചാരിച്ചിട്ട് അവർ ആ സന്യാസിനിയെ സ്വീകരിക്കുകയാണ് കേട്ടോ. ആ സന്യാസിനി നമ്മുടെ കുഞ്ഞിനെ എടുക്കുകയും അതുപോലെ തന്നെ ചടങ്ങുകളൊക്കെ ചെയ്യുകയും കുഞ്ഞിന് നെറ്റിയിലൊരു ഭസ്മം തൊടിയിപ്പിക്കണം കേട്ടോ. അയാൾ ആ ഭസ്മത്തിൽ വിഷം തേച്ചിട്ടാണ് വിഷപ്പൊടി കലർത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. ആ കുഞ്ഞിനത് തൊട്ട് കഴിഞ്ഞാൽ അത് നെറ്റിയിലൂടെ ഇറങ്ങിയിട്ട് ആ കുഞ്ഞ് മരിക്കും. അങ്ങനെയാണ് ആ ഗുണ്ട വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഗുണ്ട അതെല്ലാം കഴിഞ്ഞിട്ട് പോവുകയാണ്, സന്തോഷത്തോടു കൂടി പോവുകയാണ്. പരിപാടിയൊക്കെ സന്തോഷമായി. അതിന് ശേഷം പ്രതാപനോട് വിളിച്ച് പറയുകയാണ് കേട്ടോ, ഞാൻ ഇതാ വേണ്ട പോലെ ചെയ്തിട്ടുണ്ട്, ആ വീട്ടിൽ ഇപ്പോൾ ഒരു കൂട്ടക്കരച്ചിൽ നടക്കും എന്നിങ്ങനെ പറയുന്നു. അത് കേൾക്കുമ്പോൾ പ്രതാപന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പ്രതാപം ഉടനെ തന്നെ മോളോട് വിളിച്ച് പറയും, മോൾ കാത്തിരുന്നോ, ഇപ്പം തന്നെ അവിടെ നിന്നൊരു കൂട്ടക്കരച്ചിലിൻ്റെ ശബ്ദം നിനക്ക് കേൾക്കാം ഫോണിലൂടെ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അതേപോലെ എന്തായാലും ശരി, നമ്മുടെ കുഞ്ഞിനൊന്നും പറ്റില്ല. അത് കാരണം അത് ഈശ്വരാധീനമുള്ള കുഞ്ഞാണ്. അതുകൊണ്ട് ആ കുഞ്ഞു മോൾക്ക് ഒന്നും സംഭവിക്കാതെ ആ നൂലുകെട്ട് അതിഗംഭീരമായിട്ട് നടക്കുകയാണ് കേട്ടോ. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.